Hi everyone, welcome to Priya's Maths World. Plus 1 Mathematics Chapter 1 Sets നാലാമത്തെ പാർട്ടിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതായത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഈ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് ഒരു സെറ്റ്, അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർ മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റിംഗ് സെറ്റ്സ്, അതായത് റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം, സെറ്റിലെ എലിമെന്റ്സിനെ നമുക്ക് അങ്ങനെ, കാരണം സെറ്റിനെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞു. അതുപോലെ ടൈപ്സ് ഓഫ് സെറ്റ്സ്, ഇവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതിന്റെ അടുത്ത ടോപ്പിക്കാണ്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ, കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ടോപ്പിക്കാണിത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ് സെറ്റ്സ്. അപ്പോൾ നോക്കിയേ, ഒരു എക്സാമ്പിൾ. ലെറ്റ് X is the set of all students in your school. Y is the set of all students in your class. അപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, എക്സ് എന്ന് പറയുന്ന സെറ്റ് സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും ഒരു സെറ്റാണ്. വൈ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സിൽ ഉള്ള കുട്ടികളുടെ സെറ്റും. അപ്പം ഏത് സെറ്റായിരിക്കും വലിയ സെറ്റ്? ഓൾ സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ. അപ്പം X is set of all students in your school and Y set of all students in your class. Then Y is, all elements of Y is an element of X also. Y belongs to X. The set എന്ന് പറഞ്ഞാൽ ഈ സെറ്റിലെ Y എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും എക്സിലെ എലമെന്റ്സ് ആയിരിക്കും. Then we can say that Y is a subset of X and is represented by the symbol subset. ഈ സിമ്പിൾ ഈ കർവ് സി കുറച്ചുകൂടെ കർവായിട്ട് എഴുതും. Y subset of X. We can read it as Y is a subset of X or Y is contained in X. ഈ സിമ്പിൾ നമുക്ക് ഇങ്ങനെയാണ് വായിക്കുന്നത്. Y is a subset of X or Y contained in X. അപ്പൊ നമുക്ക് ഒരു സബ്സെറ്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സബ്സെറ്റ് ഉണ്ടാകുന്നത്, let A and B are two sets. If every element of A is an element of B, then we can say that A is a subset of B. എന്താണ് സബ്സെറ്റ്? If let A and B are two sets, if every element of A is an element of B, then we can say that A is a subset of B and can be denoted by the symbol A subset of B. For example, set A is equal to A, B, C. Set B is equal to A, B, C, D. അപ്പോൾ നോക്കിയേ, എയിലെ എല്ലാ എലമെന്റ്സും ബിയിലും ഉണ്ട്. അപ്പം we can say that A is a subset of B എന്ന് പറയും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. Let A is the set 3, 4, 5 and B is the set 4, 3, 5. നോക്കി, ഈ സെറ്റ് എയും ബിയും, എയിലെ എലമെന്റ്സ് 3, 4, 5, ബി എന്ന് പറഞ്ഞാൽ 4, 3, 5. എന്താണ് നമുക്ക് ഈ രണ്ട് സെറ്റും തുല്യമാണ് അല്ലെ, ഈക്വലാണ്. അപ്പം നോക്കിയേ, നമുക്ക് എയിലെ എല്ലാ എലമെന്റ്സും ബിയിലും ഉണ്ട്. 3 ഇവിടെ ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. Then we can say that A is a subset of B അല്ലേ. അപ്പൊ നോക്കിയേ, ബി എന്ന് പറയുന്നത് ബിയിലെ എല്ലാ എലമെന്റ്സും എയിലും ഉണ്ട്. അപ്പം we can say that B is a subset of A also. അപ്പൊ A subset of B ആണെങ്കിൽ നമുക്ക് പറയാം എയിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ടെങ്കിൽ നമുക്ക് പറയാം A is a subset of B. അതുപോലെ തിരിച്ചും പറയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? A subset of B and B subset of A implies and implied by A is equal to B. അപ്പൊ ഈ സിമ്പിൾ നമ്മൾ if and only if സിമ്പിൾ two-way communication സിമ്പിൾ ആണ്. അതായത് A subset of B and B subset of A ആണെങ്കിൽ A equal to B ആയിരിക്കും.
തിരിച്ചും പറയാം. A equal to B ആണെങ്കിൽ എന്തായിരിക്കും? A subset of B ആയിരിക്കും, B subset of A യും ആയിരിക്കും. അപ്പോൾ ടു വേ കമ്മ്യൂണിക്കേഷൻ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് അതിന്റെ ഷോർട്ട് ഫോമിൽ നമുക്ക് IF എഴുതിയാൽ മതി. അപ്പം ഒരു സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആയിരിക്കും അല്ലേ? ഇവിടെ നോക്കിയാൽ എയും ബിയും തുല്യമാണെന്ന് പറഞ്ഞപ്പം A subset of B എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ഇതിന്റെ തന്നെ സബ്സെറ്റാണ്. Then we can say that every set is a subset of itself. എല്ലാ സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് അതുപോലെ തന്നെ null set. Null set is also a subset of every set. Null set എന്ന് പറയുന്നത് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. null set എന്ന് പറയുന്നത് എന്താണ്? അതിൽ ഒന്നുമില്ല എന്നുള്ള കൺസെപ്റ്റ് ആണ്. പക്ഷെ അതും എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇനി വേറൊരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് we can denote by the symbol n. Set of integers z. അപ്പോൾ ഇതിലേതാണ് സബ്സെറ്റ്? നാച്ചുറൽ നമ്പേഴ്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ സെറ്റ് ഓഫ് integers. So n is subset of z. അപ്പോൾ നമുക്ക് വേറൊരു ആശയം പറയാം. അപ്പൊ n സെറ്റിന്റെ സബ്സെറ്റ് ആണ്. ബട്ട് n നോട്ട് ഈക്വൽ ടു z. n സെറ്റിലൂടെ ഈക്വൽ ആണോ? അല്ല. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര ആണ്. ഇന്റിജേഴ്സ് എന്ന് പറയുന്നത് -2 -1 0 1 2 എക്സെട്ര ആണ് അല്ലെ? അപ്പൊ ഇതിലെ 1 2 3 എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ഈ രണ്ട് സെറ്റ് ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് ആണെങ്കിൽ ഇഫ് n subset of z and n not equal to z, then we can say that n is a proper subset of z. അപ്പോൾ എന്താണ് ഒരു പ്രോപ്പർ സബ്സെറ്റ്? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഇഫ് ടു സെറ്റ്സ് A and B are given, if A subset of B and A not equal to B, then we can say that A is a proper subset of B. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്ന് മനസ്സിലായി. സബ്സെറ്റ് എന്താണെന്ന് മനസ്സിലായി. സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സബ്സെറ്റ്? ഇഫ് ഓൾ എലമെന്റ്സ് ഓഫ് A is an element of B, then we can say that A is a subset. ആ സബ്സെറ്റ് തന്നിരിക്കുന്ന സെറ്റ് തന്നെ ഒരു സബ്സെറ്റ് ആവും. നൾ സെറ്റ് ഒരു സബ്സെറ്റ് ആവും. പിന്നെ പ്രോപ്പർ സബ്സെറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ സബ്സെറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ലെറ്റ് A is equal to set 1 2 3 അല്ലെ? അപ്പൊ ഇതിന്റെ സബ്സെറ്റ്സ് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. സബ്സെറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന സെറ്റ് തന്നെ ഒരു സബ്സെറ്റ് ആണ്. നൾ സെറ്റും ഒരു സബ്സെറ്റ് ആണ് അല്ലെ? ഇനി വേറെ ഏതൊക്കെ സബ്സെറ്റ്സ് വരാം? കാരണം ഇതിനേക്കാൾ ചെറിയ സെറ്റ്സ്, അതായത് ഇതിനോട് ഈക്വൽ അല്ലാതെ വരുന്ന സെറ്റ്സ് ഏതൊക്കെ വരാം? സെറ്റ് 1 ഒരു എലമെന്റ്സ് മാത്രമുള്ള സെറ്റ്, സെറ്റ് 2, സെറ്റ് 3. അതുപോലെ തന്നെ 2 എലമെന്റ്സ് വെച്ചിട്ടുള്ള സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 2 3. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ നോക്കിയോ 1 2 3 ഇത് ഈ സെറ്റ് തന്നെയാണ്. സെറ്റ് 1 എന്ന് പറഞ്ഞാല് ഈ സെറ്റിനോട് ഈക്വൽ അല്ല. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്? ഇതെല്ലാം പ്രോപ്പർ സബ്സെറ്റ്സ് ആണ്. ഇതെല്ലാം പ്രോപ്പർ സബ്സെറ്റ്. ഇത് ഒഴിച്ച് ബാക്കി നൾ സെറ്റും പ്രോപ്പർ സബ്സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാക്കാം ഒരു സെറ്റിന്? ഇപ്പൊ എയിലെ എലമെന്റ്സ് 3 ആണ്. അപ്പൊ എത്ര സബ്സെറ്റ്സ് ഉണ്ട് ഇവിടെ? 8 ഉണ്ട്. ഇവിടെ 8 സബ്സെറ്റ്സ് വരുന്നു. അപ്പൊ നോക്കി വേറൊരു എക്സാമ്പിൾ. B is equal to സെറ്റ് AB. ഇതിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടാക്കാം? സോ സബ്സെറ്റ്സ് ആർ, തന്നിരിക്കുന്ന സെറ്റ് തന്നെ ഒരു സബ്സെറ്റ് ആണ്. നൾ സെറ്റ് ഒരു സബ്സെറ്റ് ആണ്. പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? സെറ്റ് എ, സെറ്റ് ബി. അപ്പൊ ഇവിടെ എത്ര സബ്സെറ്റ്സ് ഉണ്ട്? 4 സബ്സെറ്റ്സ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണവും സബ്സെറ്റിന്റെ എണ്ണവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യാൻ സാധിക്കുമോ? ഇവിടെ 2 ആയിരുന്നപ്പോൾ ഇവിടെ 4 ആണ്. ഇവിടെ 3 ആയിരുന്നപ്പോൾ ഇവിടെ 8 ആണ്.
അപ്പോൾ അവിടെ n ആയിരിക്കുമ്പോൾ ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇപ്പൊ 2 ആയിരിക്കുമ്പോൾ ഇവിടെ ഇതിനെ 2² എന്ന് പറയാം, ഇവിടെ 8 ആയിരിക്കുമ്പോൾ ഇതിനെ 2³ എന്ന് പറയും അല്ലേ? Then if a set having n elements, then the number of subsets is 2 raised to n. n elements ഉണ്ടെങ്കിൽ number of subsets എന്തായിരിക്കും? 2 raised to n ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര ആണ് അല്ലേ? സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് -3, -2, -1, 0, 1, 2, 3 എക്സെട്ര. സെറ്റ് ഓഫ് റാഷണൽസിനെ നമുക്ക് റാഷണൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഒരു ഓർഡറിൽ പറയാൻ പറ്റുകയല്ല ഇതുപോലെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? x such that x is equal to p by q, where p and q are integers and q not equal to 0. കാരണം ഇതിന്റെ റോസ്റ്റർ ഫോമിൽ നമുക്ക് ലിസ്റ്റ് ചെയ്തിടാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഓരോ അതുപോലെ റിയൽസ് അതും ഇതുപോലെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റത്തില്ല. ഇപ്പൊ റിയൽ നമ്പേഴ്സ് ആണല്ലോ ഏറ്റവും വലിയ സെറ്റ്, ഇതിന്റെ എല്ലാം വലിയ സെറ്റാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? n is a subset of, ഇവിടെ നോക്കിയതില് ഈ എന്നിലെ എലമെന്റ്സ് എല്ലാം z-ലുണ്ട്. അപ്പൊ നമുക്ക് n എന്ന് പറഞ്ഞാൽ z-ന്റെ സബ്സെറ്റ് ആണെന്ന് പറയാം. അപ്പൊ z q-യുടെ സബ്സെറ്റ് ആണോ? റാഷണൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാവും? പൂർണ്ണസംഖ്യകളും, അതായത് -3 നമുക്ക് -3/1 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ 5/1 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അപ്പൊ അതെല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സും കൂടെയാണ്. അപ്പൊ നമുക്ക് സബ്സെറ്റ് ഓഫ് q എന്ന് പറയാം. ഇതെല്ലാം ആറിന്റെ സബ്സെറ്റ് അല്ലേ? അപ്പൊ 6 എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം വലിയ സെറ്റാണ്. അപ്പൊ n സബ്സെറ്റ് ഓഫ് z ആണെങ്കിൽ നമുക്ക് n നോട്ട് ഈക്വൽസ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ്സ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് n സബ്സെറ്റ് ഓഫ് r, then we can say that r സൂപ്പർ സെറ്റ് ഓഫ് n, എന്നിന്റെ സൂപ്പർ സെറ്റ് ആണ് അല്ലേ? അപ്പൊ അതുപോലെ r എന്ന് പറഞ്ഞ സൂപ്പർ സെറ്റ് ഓഫ് z ആകാം, r എന്ന് പറയുന്ന സൂപ്പർ സെറ്റ് ഓഫ് q ആകാം, സബ്സെറ്റ്. അപ്പൊ സൂപ്പർ സെറ്റ് എന്നുള്ള സിമ്പിൾ ആണ് ഇത്, നമ്മൾ സബ്സെറ്റിന് നേരെ തിരിച്ചെഴുതും സൂപ്പർ സെറ്റ്. അപ്പം മനസ്സിലായല്ലോ? അപ്പോൾ എന്നിലെ എല്ലാ എലമെന്റ്സും z-ലുണ്ട്, എന്നിലെ എലമെന്റ്സും r-ലുണ്ട്. അതുപോലെ t എന്ന് പറഞ്ഞ ലെറ്റർ ആണ് നമ്മുടെ സെറ്റ് ഓഫ് ഇറാഷണൽസ്. അപ്പൊ ഇറാഷണൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? x such that x belongs to r and x not belongs to ഏത്? q. ഇറാഷണൽ എന്ന് പറയുമ്പോൾ റാഷണൽ അല്ല അല്ലേ? അപ്പോൾ ആറിലെ എലമെന്റ്സ് ആണ് എന്തായിട്ട് വരുന്നത്? റാഷണൽ അല്ലാതെ വരുന്ന എലമെന്റ്സിന്റെ സെറ്റാണ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പൊ ഈ നോട്ടിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്? സബ്സെറ്റ്. What is a subset? If A and B are two sets, then every element of A is an element of B, then we can say that A is a subset of B. Proper subsets എന്ന് പറഞ്ഞാൽ if A, every element of or A subset of B and A not equal to B, then we can say that A is a proper subset. How many subsets we can make out from a set of n elements? 2 raised to n. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോബ്ലം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, fill the blanks with the subset or not a subset. സബ്സെറ്റ് അല്ല, നമുക്ക് സബ്സെറ്റ് അല്ലാതെ ഈ സിമ്പിൾ വെച്ചാണ് നമ്മൾ ഇൻട്രോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് fill the blanks with these symbols. So again, first one is set 2, 3, 4 dash set 1, 2, 3, 4. സബ്സെറ്റ് ആണോ? yes. 2 ഇവിടെ ഉണ്ട്, 3 ഉണ്ട്, അപ്പോൾ സബ്സെറ്റ് ആണ്. Second one is x such that x is a triangle in a plane. രണ്ടാമത്തെ സെറ്റ് x such that x is a rectangle in a plane. ഈ രണ്ട് സെറ്റ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. ഒരു പ്ലെയിനിലെ ട്രയാങ്കിൾസിന്റെ സെറ്റാണ് ആദ്യത്തേത്, ഒരു പ്ലെയിനിലെ റെക്ടാങ്കിൾസിന്റെ സെറ്റാണ്
സബ്സെറ്റ് ആകുമോ? രണ്ട് ഡിഫറെന്റ് സെറ്റ്സ് ആണ്, നോട്ട് എ സബ്സെറ്റ്. തേർഡ് വൺ, എക്സ് such that x is an even natural number. ഇവിടെ z ആണ് വന്നിരിക്കുന്നത്. z എന്താണ്? സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്. അപ്പോൾ ഈവൻ നാച്ചുറൽ നമ്പർ സെറ്റ് ഓഫ് ഇന്റിജേഴ്സിന്റെ സബ്സെറ്റ് ആണോ? യെസ്, സബ്സെറ്റ് ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ലെറ്റ് a is equal to set 1 2 set 2 set 3 4 5. അതായത് ഇതാണ് a is equal to set 1 2 set 3 4 5. Which of the following statements are incorrect and why? ഇവിടെ തന്നിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണ് ഇൻകറക്റ്റ്, അതായത് ശരിയല്ലാത്തത്, അതിന് കാരണം കൂടെ കാണും. ഇവിടെ പറഞ്ഞിരിക്കുന്നു സെറ്റ് 3 4 സബ്സെറ്റ് ഓഫ് എ. ഇവിടെ നോക്കിയ എയിലെ ഒരു എലമെന്റ് ആണ് ഈ സെറ്റ് 3 4, നോട്ട് എ സബ്സെറ്റ്. അപ്പൊ ഇത് റോങ്, ദിസ് ഈസ് നോട്ട് കറക്റ്റ്. എന്തുകൊണ്ടാണ്? What is the reason? Set 3 4 is an element of set A, not a subset. Therefore, it is not a subset. Element ആണെങ്കിൽ subset ആവും. ഇപ്പോൾ 1 എന്ന് പറയുന്നത് 1 belongs to A. 1 not a subset of A. 1 ഒരു എലമെന്റ് ആണ്, അത് സബ്സെറ്റ് അല്ല. നമുക്ക് സബ്സെറ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതണം? സെറ്റിനകത്ത് എഴുതണം. മനസ്സിലായോ? സെറ്റിനകത്ത് എഴുതിയെങ്കിലേ നമുക്ക് സബ്സെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. Second one is one element of A. One element of A. ഇത് കറക്റ്റ് ആണോ? ഇത് കറക്റ്റ് ആണ്, ഇൻകറക്റ്റ് അല്ല. ഇത് കറക്റ്റ് ആണ് അല്ലേ? Which are incorrect. ഇത് കറക്റ്റ് ആണ്. Third one, set 3 4 element of A. 3 4 element of A അത് കറക്റ്റ് ആണ് അല്ലേ? ട്രൂ ആണ്. ഇൻകറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ റീസൺ കാണിക്കണം. One subset of A അത് റോങ് ആണ്, നോട്ട് കറക്റ്റ്. Why? 1 is an element of A, therefore it is not a subset. Fifth one is set 1 to 5. Set 1 to 5 element of A. Is it correct? അല്ല, ഇത് ഒരു 1 2 5 ഇസ് എ സെറ്റിനകത്താണ് വന്നിരിക്കുന്നത്. അതൊരു സബ്സെറ്റ്. ഓരോ എലമെന്റ്സ് നമുക്ക് പറയാം. 1 2 5 ചുമ്മാ സെറ്റിൽ അല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്കറിയാം എലമെന്റ് ആണ്. അപ്പം ഈസ് നോട്ട് കറക്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇത് എലമെന്റ്സ് അല്ല. അടുത്ത ഏതാണ്? 6. ഇങ്ങനെ പറഞ്ഞു സെറ്റിനകത്ത് നൾ സെറ്റ് സബ്സെറ്റ് ഓഫ് എ. ഇത് ശരിയാണോ? നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. അപ്പോൾ സെറ്റിനകത്ത് നൾ സെറ്റ് എഴുതിയാൽ അത് ശരിയാവുമോ? അല്ല. സോ 5 is a subset of A. This one is not a subset. അല്ലേ? അപ്പോൾ ഇത്രയും. Third question is write all possible subsets of the following. Third question, first one is A is equal to set 2 3 5. ഇതിന്റെ എല്ലാ സബ്സെറ്റും എഴുതാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ P is equal to set A. ഇതിലെ എല്ലാ സബ്സെറ്റ്സ് നമുക്ക് എഴുതാം. What സബ്സെറ്റ്സ്? നമുക്ക് ആദ്യം സെറ്റ് തന്നെ തന്നിരിക്കുന്ന സെറ്റ് തന്നെ ഒരു സബ്സെറ്റ് ആണ്. പിന്നെ എന്താ കൂടെ എഴുതാൻ പറ്റും? നൾ സെറ്റ് ഒരു സെറ്റാണ്. പിന്നെ ഏതൊക്കെയാണ്? സെറ്റ് 2 1 എലമെന്റ്സ് ഉള്ളത്, സെറ്റ് 3 സെറ്റ് 5 സെറ്റ് ഇനി 2 എലമെന്റ്സ് വെച്ചുള്ളത് പ്രോപ്പർ സബ്സെറ്റ്സ്. ഇത് രണ്ടും ഇത് പ്രോപ്പർ അല്ല. അപ്പം സെറ്റ് 2 3 സെറ്റ് 3 5 സെറ്റ് 2 5 അല്ലേ? 8 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഇവിടെ? തന്നിരിക്കുന്ന സെറ്റ് ഒഴിച്ച് ബാക്കി വരുന്നത്. അപ്പൊ എത്ര വരും? ഇവിടെ 7. അതായത് ഇവിടെ സെറ്റിലെ എലമെന്റ്സ് 3 ആണ്. അപ്പം എ സെറ്റ്
ഓഫ് n എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ 2n ആണ്. അപ്പൊ 2n നിന്ന് എന്ത് മാറ്റിയാൽ മതി? 2n 1 കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ 2n എന്ന് പറഞ്ഞാൽ 8 ആണ്, -1 ഇവിടെ 7 കിട്ടും. ഇതാണ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത സെറ്റ് നോക്കിയേ, പിയുടെ സബ്സെറ്റ്സ് ഏതൊക്കെയായിരിക്കും? തന്നിരിക്കുന്ന സെറ്റ് തന്നെ ഒരു സബ്സെറ്റ് ആണ്. പിന്നെയോ നൾ സെറ്റ്, വേറെ സെറ്റ്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? പിയിലെ 1 ആണ്. അപ്പൊ സബ്സെറ്റ്സ് എത്രയായിരിക്കും? 2⁻1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. പ്രോപ്പർ സബ്സെറ്റ്സോ അപ്പോൾ എത്രയായിരിക്കും? 1. ഓക്കെ. അപ്പൊ നിങ്ങള് എക്സസൈസ് 1.3 ബാക്കി രണ്ട് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ, തേർഡ് വൺ, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഈ ടോപ്പിക് വളരെ എളുപ്പം മനസ്സിലാകുന്നത്. കാരണം എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന ടോപ്പിക്കാണ് സബ്സെറ്റ്സ്. വാട്ട് ഈസ് എ സബ്സെറ്റ്? If A and B are two sets, if every element of A is an element of B, then we can say that A is a subset of B. ഇനി A ഒരു പ്രോപ്പർ സബ്സെറ്റ് ആകുന്ന എപ്പോഴാണ്? A സബ്സെറ്റ് ഓഫ് B ആണ്. A നോട്ട് ഈക്വൽ ടു B ആണെങ്കിൽ അത് പ്രോപ്പർ സബ്സെറ്റ്. സബ്സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇത്. തിരിച്ചാണെങ്കിൽ അതിന് സൂപ്പർ സെറ്റ് എന്ന് പറയും. പിന്നെ നമുക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാക്കാം? ഒരു സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2n. പ്രോപ്പർ സബ്സെറ്റ്സ് 2n -1. ഓക്കെ, എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.